നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെങ്ങിലെ കീടങ്ങളെ പറ്റി നമുക്ക് ആദ്യം ചർച്ച ചെയ്യാവുന്നതാണ്. തെങ്ങിന്റെ കീടങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് രണ്ട് കീടങ്ങൾ ഏതൊക്കെയാണ്? കൊമ്പൻ ചെല്ലിയും അതുപോലെ ചെമ്പൻ ചെല്ലിയുമാണ്. തെങ്ങ് കർഷകർ എല്ലാവരും തന്നെ ഒരുപോലെ കഷ്ടം അനുഭവിക്കുന്നതായ ഒരു 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 കീടങ്ങളാണ് രണ്ട് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും. അപ്പോ തെങ്ങിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നതായ രണ്ട് ജീവികളാണ് ഇവ രണ്ടും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കൊമ്പൻ ചെല്ലിയെ പരിചയപ്പെടാം. കൊമ്പൻ ചെല്ലി അറിയാത്ത തെങ്ങ് കർഷകർ ആരും തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കൊമ്പൻ ചെല്ലി വലിയ ഒരു വണ്ടാണ്. അതിനു മുമ്പ് പ്രാണിയും കീടവും തമ്മിൽ വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രാണി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസെക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇൻസെക്ട് ആണ് പ്രാണി. അപ്പോ ഇൻസെക്ട് പ്രാണി ആകുമ്പോൾ കീടം എന്തായിരിക്കും? കീടം എന്ന് പറയുന്നത് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നതായ പ്രാണികളെ നമുക്ക് കീടമെന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ എല്ലാ പ്രാണികളും കീടങ്ങളല്ല, എല്ലാ കീടങ്ങളും പ്രാണികളും ആയിക്കൊള്ളണമെന്നില്ല. അത് നമുക്ക് വരുന്ന സെഷനിൽ നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം പഠിക്കുന്നത് കൊമ്പൻ ചെല്ലിയെ പറ്റിയാണ്. വലിയ വണ്ടാണ്. നമുക്കതിന്റെ ജീവിതചക്രം കാണുവാണെങ്കിൽ അതിന്റെ പുഴുവും അതുപോലെ സമാധി വ്യവസ്ഥയും നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതിന്റെ പ്യൂപ്പൽ സ്റ്റേജും വലിയ വണ്ടായ ഒരവസ്ഥയും കാണാം, അതിന്റെ ഒരു പുഴു ആയിരിക്കുന്ന ഒരവസ്ഥയും കാണാം. അപ്പൊ അതിന്റെ ഒരു ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ ഇവ വളക്കുഴികളിലാണ് ഇവ മുട്ടയിട്ട് വളരുന്നതെല്ലാം വളക്കുഴികളിലാണ്, അത് ചാണകക്കുഴികളിലാണ് ഇവ വളരുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നത് പോലെ ചെറിയ തൈകളായിരിക്കുമ്പോൾ ദ്വാരങ്ങൾ ഉണ്ടാകുന്നു. ആ ദ്വാരങ്ങൾ തൈ വളരുന്നതനുസരിച്ച് ആ ദ്വാരങ്ങളും വലുതാകുന്നു. അപ്പൊ ഈ ദ്വാരത്തിന്റെ ഒരു അവസ്ഥന്റെ വലിയ വ്യാപ്തി അനുസരിച്ച് നമുക്ക് അതിന്റെ ഇൻഫെക്ഷൻ റേഞ്ച് കൂടുകയും തെങ്ങിന് അത് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈ ഓലകളുടെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിന് ഡയമണ്ട് ഷേപ്പിൽ കട്ടെന്നാ പറയുന്നത്. അതായത് ഡയമണ്ട് പോലെ ത്രികോണാകൃതിയിലുള്ളതായ മുറികളുണ്ട് എങ്കിൽ നമുക്കത് കൊമ്പൻ ചെല്ലിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. പിന്നെ മടലുകളുടെ ദ്വാരം കാണാം, വലിയ ദ്വാരങ്ങൾ നമുക്ക് താഴെ കാണാം. താഴെയുള്ള ചിത്രത്തിൽ നമുക്ക് വലിയ ദ്വാരം കാണാം, മുകളിലെ ചിത്രത്തിൽ നമുക്ക് ചെറിയ ദ്വാരം കാണാം. ദ്വാരങ്ങൾ വശങ്ങളിലുള്ള മടലുകളിലെ ദ്വാരങ്ങൾ കാണുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും കൊമ്പൻ ചെല്ലിയുടെ ലക്ഷണങ്ങളായിരിക്കാം. ഇനി ഇതിന്റെ പുഴു അവസ്ഥയിൽ ഇവർ കൂടുതലായിട്ടും ജൈവ അവശിഷ്ടങ്ങളിലും നമ്മളുടെ ചാണകക്കുഴികളിലുമാണ് ഇവർ വളരുന്നത്. നാമ്പോലകളും കൊതുമ്പും ഒക്കെ ഇവർ തുരന്ന് നശിപ്പിക്കുന്നു. പൂർണ്ണമായും തെങ്ങിനെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഈ കൊമ്പൻ ചെല്ലിയെല്ലാം. ഈ ആക്രമണ വിധേയമായ ഓലകൾ, അത് കട്ട് ചെയ്ത ഓലകൾ അത് വിടരുമ്പോൾ അത് ത്രികോണാകൃതിയിൽ, ഡയമണ്ട് ഷേപ്പ് കട്ട് എന്ന് നമ്മൾ പറയുന്നത്, ത്രികോണാകൃതിയിൽ മുറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതായ സിംറ്റംസ് കാണുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അത് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമായിരിക്കാം. അതുപോലെ തന്നെ ഇത് കൊമ്പിന്റെ അകത്തേക്ക് പ്രവേശിച്ച് അവിടെയും മുറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളതായ ഒരു കീടമാണ് ഇത്. നമുക്കിതിന്റെ നിയന്ത്രണങ്ങൾ പൂങ്കുലകളിൽ, മടലുകൾ മാത്രമല്ല പൂവിന്റെ കുലകളിൽ അതുപോലെ തൈകളിലെ നാമ്പുകളും ഒക്കെ ഉണക്കാൻ പ്രാപ്തിയുള്ളവയാണ് ഈ കൊമ്പൻ ചെല്ലികൾ. കൂമ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കുന്നവയാണ് കൊമ്പൻ ചെല്ലികൾ. അതുപോലെ കൊമ്പൻ ചെല്ലി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കീടങ്ങൾ, ചെമ്പൻ ചെല്ലി പോലുള്ള ബാക്കിയുള്ള കീടങ്ങളുടെ ഇൻഫെക്ഷൻ സാധ്യതയും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിയന്ത്രണത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ശുചിത്വമുള്ള തോട്ടം, ഫൈറ്റോ സാനിറ്റേഷൻ എന്ന് നമ്മൾ പറയും. തോട്ടം ശുചിത്വമുള്ളതായിരിക്കണം. ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം. അതുപോലെ ചെള്ളിയെ കുത്തിയെടുക്കേണ്ട ഒരു പരിപാടി, നമുക്ക് ചെള്ളിക്കോൽ എന്ന് പറയും. ഈ നിങ്ങൾ കർഷകർക്ക് പരിചയമുള്ള ചെള്ളിക്കോലിനെ പറ്റി അറിയാമായിരിക്കണം. അപ്പൊ ഇത് ദ്വാരങ്ങളിലേക്ക് നമ്മൾ ചെള്ളിക്കോൽ ഇറക്കുകയും അതിനകത്തിരിക്കുന്നതായ ആ ഒരു കൊമ്പൻ ചെല്ലിയെ ആ ചെള്ളിക്കോല് കൊണ്ട് തുരന്നെടുക്കുന്നതുമായ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ മറ്റൊരു രീതിയാണ് മണലും വേപ്പിൻ പിണ്ണാക്കും ബോർഡോ മിശ്രിതവും കൊണ്ടുള്ളതായ ഒരു മിക്സർ നമ്മൾ ഉണ്ടാക്കി ഓലക്കവിളുകളുടെ കവിളുകളുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് വഴി മണലും പിണ്ണാക്കും മണലും പിണ്ണാക്കും ഒക്കെ വെച്ചതായ ആ ഒരു മിശ്രിതം, ആ മണലുകള് ഈ ചെള്ളിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മുറിവുകളിൽ കൊണ്ട് ഈ ചെള്ളി ചത്തുപോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മണലുകളും വേപ്പിൻ പിണ്ണാക്കും അതോടൊപ്പം രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോടെ ചേർക്കും? ബോർഡോ മിശ്രിതം കൊണ്ട് ചേർക്കും. അപ്പൊ അതാണ് ഈ ഒരു മിശ്രിത നിയന്ത്രണത്തിന്റെ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ മുൻകരുതലുകൾ, രോഗം വന്നതിന് ശേഷം അല്ലെങ്കിൽ കീടത്തിന്റെ ആക്രമണം ഉണ്ടായ ശേഷം ചികിത്സിക്കാതെ വരാതിരിക്കാനുള്ളതായ സിംപ്റ്റംസ് നമുക്ക് ആലോചിക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ മരവെട്ടി പിണ്ണാക്കോ മണലോ രണ്ടും 1/4 കിലോ വീതം വെച്ച ശേഷം 4 മാസത്തിലൊരിക്കൽ ഇതിനകത്ത് മെയ്, സെപ്റ്റംബർ, ഡിസംബർ എന്താണ് നമ്മൾ പറയാറുള്ളത്, ഈ മാസങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുക. അതോടൊപ്പം തന്നെ 40 ദിവസത്തിലൊരിക്കൽ പാറ്റ ഗുളികകൾ
മണലിനകത്ത് നിക്ഷേപിച്ച് ഇതുപോലെ കവിളിനകത്ത് നിക്ഷേപിക്കുക. അതുപോലെയുള്ള ഒരു കെമിക്കൽ കൺട്രോൾ, ഈ രണ്ടും നടന്നില്ലെങ്കിൽ മാത്രമാണ് കെമിക്കൽ കൺട്രോളിലേക്ക് നമ്മൾ പോകേണ്ടതുള്ളൂ. നമുക്ക് ക്ലോറാംഫെനിക്കോൾ അതിന്റെ നമുക്ക് കിട്ടുന്നത് ഫെർട്ടേറ എന്ന് പറയില്ല, നമുക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നത്. ഫെർട്ടേറ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഫെർട്ടേറ. ഫെർട്ടേറ നമ്മൾ കിഴി രൂപത്തിലാക്കിയിട്ട് അത് 4 ഗ്രാം വീതം ഒരു കിഴി രൂപത്തിലാക്കിയ ശേഷം നമ്മൾ ഈ കവിളുകൾക്കുള്ളിൽ മണലുകളുടെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതും ഈ ചെള്ളിയെ നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കർഷകർക്ക് തെറ്റായ ഒരു കാര്യമാണ് ഈ ഫെർട്ടേറ വാങ്ങിയിട്ട് മണലിനകത്ത് മിക്സ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ആകില്ല. കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഇതിന്റെ രാസവസ്തുക്കൾ പെട്ടെന്ന് നശിച്ചു പോകാനായിട്ട് ഇടയാകും. അപ്പൊ അതുകൊണ്ട് ഫെർട്ടേറ അല്ലെങ്കിൽ കോരട്ടിനേപ്പോൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിനകത്ത് കിഴി കെട്ടി കുറച്ച് പിന്നി കൊണ്ട് കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് ആ കിഴിയാണ് നമ്മൾ വെക്കേണ്ടത്. അത് മണലിനകത്ത് പിണ്ണാക്ക് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തല്ല നമ്മൾ വെക്കേണ്ടെന്ന കാര്യവും ശ്രദ്ധിക്കണം. അപ്പൊ അത്രയുമാണ് ആദ്യത്തെ ഭാഗം. പിന്നെ ജൈവിക നിയന്ത്രണം, മെറ്റാറൈസ് എന്ന് പറഞ്ഞ കുമിള് നമുക്ക് ലഭ്യമാണ്. ആ കുമിള് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചാണകക്കുഴികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, അതായത് 250 ഗ്രാം മെറ്റാറൈസ്യവും 3/4 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ 1 ക്യൂബിക് മീറ്ററിന് കണക്കിന് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഈ എനിക്ക് 2 ചിത്രം കാണാമല്ലോ. ഒരു ചിത്രത്തിനകത്ത് ആരോഗ്യമുള്ള ഒരു പുഴുവിനെയും കാണാം, അടുത്ത ചിത്രത്തിനകത്ത് ഒരു മെറ്റാറൈസ്യം കുമിൾ ബാധിച്ച ഒരു പച്ച നിറത്തിലുള്ള കുമിളിനെ ഒരു പുഴുവിനെയും കാണാം. അപ്പൊ ഇത് രോഗബാധിതമായ കുമിളാണ്. അപ്പൊ ഈ പുഴുക്കൾക്ക് രോഗം ഉണ്ടാക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അറിയാം നമുക്ക് കൺട്രോൾ ചെയ്യാം. ചിത്രം കാണുന്നില്ലല്ലോ സാറേ, സൈഡ് ക്ലിയർ അല്ലേ? കാണുന്നില്ലല്ലോ. ചിത്രം കാണാമല്ലേ? 2 പുഴുവിന്റെ പടം കാണാം, ഒപ്പം കണ്ടോ? ഇല്ലല്ലോ. കാണുന്നുണ്ട്. കാണാമല്ലേ? കാണുന്നുണ്ട്. ചെയ്യാൻ പറ്റാത്ത എന്തിന്റെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സൈഡ് കാണാമല്ലോ എല്ലാവർക്കും? ഇത് കാണാം. ആചാരന് മാത്രം എന്തോ പ്രശ്നമാണ് തോന്നുന്നു, ബാക്കി എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പൊ 2 ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ചിത്രം വെളുപ്പ നിറത്തിലെ പുഴു ആരോഗ്യമുള്ള പുഴുവാണ്. മറ്റേ രണ്ടാമത്തെ പുഴു പച്ച നിറമുള്ളതായ പുഴു മെറ്റാറൈസ്യം കുമിള് നമ്മൾ നിക്ഷേപിച്ച ശേഷം നമ്മൾ അതിന് രോഗം വരുത്തിയ ശേഷം അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന നാശമായ പുഴുവാണ് രണ്ടാമത്തെ പുഴു. ഇനി അടുത്തതായ ഒരു നിയന്ത്രണ മാർഗം നമുക്ക് ഉള്ളതായ ഒരു നിയന്ത്രണ മാർഗമാണ് ഈ വൈറസിനെ നിക്ഷേപിക്കുക. അതായത് ഒറൈറ്റ് റൈനോസറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിതമായ നമുക്കൊരു വണ്ടുകളെ നമുക്ക് കിട്ടും. ഈ രണ്ടാമത്തെ ചിത്രം ഒറൈസസ് റൈനോസറസ് എന്ന് പറയുന്നതായ ആ ഒരു സംഭവം ഒരു വൈറസ് ആണ്. ആ വൈറസിന് ബാധിതമായതായ വണ്ടുകളെ നമുക്ക് KVK ലഭ്യമാണ്. KVK അതുപോലെ കോക്കനട്ടിന്റെ അസോസിയേഷൻ നമുക്കത് ലഭ്യമാണ്. ആ വണ്ടുകളെ നമുക്ക് ശേഖരിച്ച് ഒരു ഹെക്ടറിന് 10-15 വണ്ടുകളെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ വൈറസ് ബാധിതമായ ഈ വണ്ടുകൾ പറന്ന് ചെന്ന് രോഗമുണ്ടാക്കുന്നതായ വണ്ടുകളെ ആക്രമിക്കാനും അവർക്ക് രോഗം പകർത്തുവാനും അവരെ ഉന്മൂലനം ചെയ്യുവാനും സാധിക്കും. ഇതൊരു അടുത്തൊരു നിയന്ത്രണ മാർഗമാണ്. പിന്നെ ഉള്ളതാണ് ഫെറോമോൺ കെണികൾ. ഫെറോമോൺ കെണി ഒരാൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിനകത്ത് തന്നെ ഒന്നിലധികം നിയന്ത്രണ മാർഗങ്ങളെ പറ്റി പറയും. അപ്പൊ നിങ്ങളുടെ തോട്ടത്തിൽ ഒരു ചെള്ളിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീടത്തിന്റെ ഇൻഫാസ്റ്റേഷൻ ഉണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാം കൂടെ ചെയ്യരുത്. നമ്മളൊരു ഏത് കീടത്തെയോ രോഗത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണ മാർഗമാണ് നമ്മൾ ആദ്യം ശീലിക്കേണ്ടത്. അതിനുശേഷം അടുത്ത തവണ ഈ കീടങ്ങളെ പറ്റി പറയുമ്പോൾ അവർ ഭയങ്കര അഡാപ്റ്റബിളാണ്. ഒരു തവണ നമ്മൾ എല്ലാ തവണയും ഒരേ ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനോടുള്ള പ്രതിരോധശേഷി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മാറി മാറി ഒരു തവണ ഒരു നിയന്ത്രണ മാർഗം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാറി മാറി നമ്മൾ ആ നിയന്ത്രണ മാർഗം ചെയ്യുകയാണെങ്കിൽ നമുക്കത് അല്പം കൂടെ വൃത്തിയായിട്ട് ആ ഒരു ബാധ ഉണ്ടാകാതെ നമുക്ക് സാധിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഫെറോമോൺ കെണിയെ പറ്റിയാണ്. ഫെറോമോൺ കെണി വെക്കുമ്പോൾ കർഷകർക്ക് കെണിയാവാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഫെറോമോൺ കെണി ചെയ്യുന്നത് എന്താണ്? ഈ കെണിക്കകത്ത് ഒരു പ്രത്യേക ഒരു ദ്രാവകമുണ്ട്, ഈ ഫെറോമോൺ. ഈ ദ്രാവകം എന്തോ ചെയ്യും? ആ പ്രദേശത്തുള്ള എല്ലാ ചെള്ളികളെയും ഈ ട്രാപ്പിനകത്തേക്ക് വിളിച്ചു വരുത്തും. ഈ കെണിയിലകത്തേക്ക് അവരെ ആകർഷിക്കപ്പെടും. അപ്പൊ നമ്മൾക്ക് ഒരു 10 ഏക്കർ തെങ്ങിൻ തോട്ടത്തിന് നടുക്ക് ഒരാൾക്ക് ഒരു 10 സെന്റ് ഉണ്ടെങ്കിൽ ഇവൻ ഈ 10 സെന്റിനകത്ത് ഒരു കെണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 10 ഏക്കർ തോട്ടത്തിലെയും ചെള്ളി എങ്ങോട്ട് വരും? ഈ 10 സെന്റിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫെറോമോൺ കെണികൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്താണ്?
കർഷകർ സംഘം ചേർന്ന് മാത്രം, അതായത് ബാക്കിയുള്ള കർഷകരുമായിട്ട് ആലോചിച്ച് ഒരു വിദഗ്ധ ഒരു കൃഷി ഓഫീസിലോ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലോ പോയി അതിനെപ്പറ്റി അന്വേഷിച്ച് അതിനെപ്പറ്റി പഠിച്ച ശേഷം മാത്രമാണ് ഫെറോമോൺ കെണി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യും, നമ്മൾ പ്രാണിക്ക് കെണി വെച്ചാൽ നമുക്ക് അവസാനം കെണിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫെറോമോൺ കെണി ഉപയോഗിക്കുമ്പോൾ കൂട്ടായ ഒരു സംഘടനമായ ഒരു ഒരു പ്രതിരോധ മാർഗമായിട്ട് അതിനെ കാണേണ്ടതാണ്. കർഷകർ എല്ലാവരും കൂടെ ചേർന്ന് വേണം ആ ഫെറോമോൺ കെണി ഉപയോഗിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ ആർക്കെങ്കിലും? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത നിയന്ത്രണത്തിലേക്ക് ഒരിക്കൽ കൂടെ പറയാവുന്നതാണ്. മെറ്റാറൈസിയം കുമിള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബാക്കിയുള്ള വളക്കുഴികളിൽ. അതുപോലെ പെരുവലത്തെ പറ്റി എല്ലാവർക്കും അറിയാനെന്ന് വിശ്വസിക്കുന്നു. അറിയാമല്ലോ അല്ലെ? പെരുവലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പെരുവലം നമ്മളുടെ ചാണകക്കുഴികളിലും അതുപോലെ സംശോധന ചെയ്യാൻ സാധ്യമുള്ളതായ ഇടങ്ങളിലും നിക്ഷേപിക്കുന്നത് വഴി നമുക്ക് ഈ കൊമ്പൻ ജെല്ലി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് കൊമ്പൻ ജെല്ലിയെ പറ്റിയുള്ളതായ കാര്യങ്ങൾ. അടുത്ത ആളാണ് ആര്? ചെമ്പൻ ജെല്ലി. കൊമ്പൻ ജെല്ലി ഇവര് കൂട്ടുകാരാണ്. കൊമ്പൻ ജെല്ലി വന്നു കഴിഞ്ഞാൽ ഉടനെ ആര് വരും? ചെമ്പൻ ജെല്ലി വരും. അപ്പൊ കൊമ്പൻ ജെല്ലിയെ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ഒരാളാണ് ആര്? ചെമ്പൻ ജെല്ലി. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ ആക്രമണ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ കൊമ്പൻ ജെല്ലി അതിന്റെ പ്രാണിയായിരിക്കുമ്പോൾ വണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് തെങ്ങിനെ ആക്രമിക്കുള്ളൂ എങ്കിൽ ചെമ്പൻ ജെല്ലി എന്തോ ചെയ്യും? അത് പുഴുവായിരിക്കുന്ന മുതലേ അത് ആക്രമണം തുടങ്ങുകയാണ്. നമുക്ക് കാണാം, ഈ മുട്ടയുടെ ചിത്രം കാണാം, അതുപോലെ ലാർവ അവസ്ഥ കാണാം, സമാധി അവസ്ഥ കാണാം, പ്യൂപ്പൽ സ്റ്റേജ് കാണാം, അതുപോലെ കൊക്കൂൺ, ഒരു കൊക്കൂണിനകത്തായിരിക്കുന്നത് കാണാം, അവസാനം അഡൽട്ട് സ്റ്റേജ് നമുക്ക് കാണാം. അപ്പൊ ഈ എല്ലാ അവസ്ഥയും ഇത് എവിടെയാണ് കഴിച്ചു കൂട്ടുന്നത്? തെങ്ങിനെയാണ് കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ കൊമ്പൻ ജെല്ലി ആണെങ്കിലോ പുഴുവായിരിക്കുന്നതും മുട്ടയിടുന്നതും ഒക്കെ എവിടെയാണ്? നമ്മുടെ വടക്കുഴികളിലൊക്കെ ആയിരിക്കും. അത് വണ്ടായ ശേഷം മാത്രമേ ആക്രമിക്കുകയുള്ളൂ. പക്ഷേ ചെമ്പൻ ജെല്ലി അങ്ങനെയല്ല. ചെമ്പൻ ജെല്ലി എന്തോ ചെയ്യും? ചെമ്പൻ ജെല്ലി ചെറുപ്പം മുതലേ ഇവൻ തെങ്ങിനകത്തെ ആക്രമിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആക്രമണ ലക്ഷണങ്ങൾ നമുക്ക് ആക്രമണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മുറിവുകൾ കാണാം, മുറിപ്പാടുകളുടെ ഉള്ളിൽ നിന്നുള്ളതായ ഇതുപോലെ സുഷിരങ്ങൾ കാണാം, ചെറിയ തണ്ടിലും ഒക്കെ കാണാം, മുകളിൽ നിന്ന് മണ്ട മറച്ചിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂമ്പോലകൾ കൂടാതെ ബാക്കിയുള്ളവ ഒടിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. എന്നാൽ കൊമ്പൻ ജെല്ലിയെ പോലെ ത്രികോണാകൃതിയിലുള്ള കട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അപ്പോൾ ചെമ്പൻ ജെല്ലിയുടെ നിയന്ത്രണ മാർഗത്തെ പറ്റി പറയുമ്പോൾ കൊമ്പൻ ജെല്ലിയെ നമ്മൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചെമ്പൻ ജെല്ലിയെ നമുക്ക് നിയന്ത്രിക്കാം. ദ്വാരങ്ങൾ കാണുകയാണെങ്കിൽ അവയെ സിമെന്റോ അല്ലെങ്കിൽ ചെളിയോ ഒക്കെ വെച്ച് ചെറിയ രീതിയിൽ നമുക്ക് അടയ്ക്കാം. അതുപോലെ നമ്മൾ മണ്ട വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഓല വെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെട്ടുമ്പോൾ തണ്ടിൽ നിന്ന്, അതായത് തടിയിൽ നിന്ന് 1 മീറ്റർ മാറി ആ കട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് ഇവയെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ സ്പൈനസോഡും അല്ലെങ്കിൽ ഇമിഡാക്ലോറോപ്പിഡും പോലെയുള്ളതായ നമുക്ക് കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാം. അതൊരു 5 മില്ലി 1 ലിറ്ററിലാണ് സ്പൈനസോഡ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആണെങ്കിൽ അത് 1 മില്ലി 1 ലിറ്ററിൽ. വീണ്ടും ഫെറോമോണിനെ പറ്റി പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ ഒന്നുകൂടെ പറയുന്നു, സംഘം ചേർന്ന് മാത്രം നമ്മൾ ഈ കെണികൾ ഉപയോഗിക്കുക. ഒറ്റയ്ക്ക് ഒരു കെണി ഉപയോഗിക്കുകയാണെങ്കിൽ എന്താവും? നമുക്ക് കെണിയാവും. അടുത്ത പ്രധാന കീടമാണ് തെങ്ങോലപ്പുഴു. തെങ്ങോലപ്പുഴു ഇപ്പോൾ അടുത്തിടയ്ക്ക് പേര് പരാതി പറയുന്ന ഒരു രീതിയാണ് തെങ്ങോലപ്പുഴു. പടത്തിൽ കാണാവുന്ന പോലെ തന്നെ അവയുടെ മുട്ടയും അതുപോലെ ലാർവയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പുഴുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനെല്ലാത്തിനും തിന്നു തുടങ്ങുന്നു. അവരുടെ മുട്ടാവസ്ഥ, സമാധിവസ്ഥ, പ്യൂപ്പർ അഡൾട്ടൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരു വെളുത്ത നിറത്തിലുള്ള വണ്ടാണ്. പക്ഷെ അവ നമ്മെ അപകടം ഉണ്ടാക്കുന്നത് എപ്പോഴായിരിക്കും? അവയുടെ പുഴുവിന്റെ സ്ഥാനത്തായിരിക്കും. കാണാമല്ലോ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം. ഹരിതകം, അതായത് നമുക്ക് ചെടിയുടെ ക്ലോറോഫിൽ, അതായത് ഹരിതകം പച്ച നിറം നൽകുന്നതായ ഭാഗം ഇവയെ രണ്ടാമത്തെ പടം നോക്കുകയും ആ പച്ച ഇപ്പോഴും ഇരിക്കുന്നതായ ഭാഗത്ത് പച്ചപ്പ് പോയത് കണ്ടു. അപ്പൊ അത് ഈ പുഴു ഇതിന്റെ ഹരിതകം ഊറ്റിക്കുടിച്ച് തെങ്ങിനെ നശിപ്പിക്കുന്ന ആളാണ് ആര്? ചെമ്പൻ നമ്മളുടെ തെങ്ങോലപ്പുഴു. അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് കാണാം ഒരു തീയിട്ടതുപോലെ അല്ലെങ്കിൽ ഒരു വാടിയത് പോലെയുള്ളതായ ലക്ഷണം നമുക്ക് കാണുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അത് തെങ്ങോലപ്പുഴു. ഉഷ്ണ കാലാവസ്ഥയിലാണ് ഇത് കാണപ്പെടുന്നത്. തെങ്ങ് കത്തിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ നിയന്ത്രണം നമുക്ക് എതിർപ്പാണെങ്കിൽ നമുക്ക് തുറന്നു വിടാവുന്നതാണ്. കോണേഷ്യസ് പോലെയുള്ളതായ എതിർപ്പാണെങ്കിൽ നമുക്ക് തുറന്നു വിടാം. അതുപോലെ രൂക്ഷമായ കീടബാധ ഏറ്റതായ ഓലകൾ നമുക്ക് നശിപ്പിക്കാം.
ഇനി അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ആലാപ്പിൻ പോലുള്ളതായ കെമിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തതായ കീടമാണ് പൂക്കുല. പയറിലെ ചാഴി വരുന്നത് പോലെ തന്നെയുള്ള ഒരു ചാഴിയാണ് പൂക്കുല ചാഴി. ഇവയുടെ ലക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നത് പോലെ തന്നെ ഇവയെ കൂട്ടമായിട്ടൊക്കെ കാണാവുന്നുണ്ട്. മുട്ട ചെറിയ രീതിയിൽ നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. മച്ചിങ്ങ പൊഴിയതായിട്ട് കാണുന്നു. അതുപോലെ നമുക്ക് മച്ചിങ്ങയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തേങ്ങ കൂടുതലായിട്ടും പേടായി പോകുന്നു. ഈ തെങ്ങോലപ്പുഴ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ളതും ഈ എതിർപ്രാണികളെ നമുക്ക് എതിർപ്രാണികൾ അവയെ പൂക്കുലച്ചാഴിക്കും അവയുടെ ഉണ്ട്. അതുപോലെ നമുക്ക് നിയന്ത്രണമായിട്ട് ഡൈമീഥോയേറ്റ് എന്ന് പറയുന്നതായ കെമിക്കൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് വേരുതീനി പുഴുക്കൾ. ഇവയും നമുക്കൊരു പുളിങ്കുരുവിന്റെ വലിപ്പത്തിലുള്ളതായ വണ്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ ലൈറ്റിലൊക്കെ ഇവർ വരുന്നതാണ്. അപ്പൊ അവ ഇപ്പോൾ കേൾക്കുന്നില്ല. കേൾക്കാൻ മേലെ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കുന്നുണ്ട്. സാർ സാവധാനം പറയുകയാണെങ്കിൽ അത് വേഗം പോകുന്നു മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇനി പറയുന്നത് വേരുതീനി പുഴുക്കളെ പറ്റിയാണ്. അവ ഒരു പുളിങ്കുരുവിന്റെ വ്യാസമുള്ളതായ ഒരു വണ്ടിനെ നമുക്ക് കാണുകയാണെങ്കിൽ അവ വേരുതീനി പുഴുക്കളുടെ അവസ്ഥയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ചിത്രങ്ങൾ കാണാവുന്നത് പോലെ പുഴുവിന്റെ ഒക്കെ ഒരു രീതി നമുക്ക് മണ്ണിൽ ഇവയെ കാണാവുന്നതാണ്. ഇവ വേരിനെ ആക്രമിക്കുന്നു. പക്ഷെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓലയുടെ മഞ്ഞളും അതുപോലെ മച്ചിങ്ങ പൊഴിയുന്ന അവസ്ഥയും വിളവ് കുറയുന്നു, തെങ്ങിന്റെ തല മുരടിച്ചു പോകുന്നതായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രാണികളെ കാണുകയാണെങ്കിൽ അവ വേരുതീനി പുഴുക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിയന്ത്രണം നോക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ മഴയ്ക്ക് മുൻപായിട്ട് തോട്ടം ഉഴുത് മറിക്കുകയാണെങ്കിൽ ഇവ മണ്ണിലുള്ളതായ ഇവയുടെ സമാധി വ്യവസ്ഥയും മുട്ടയൊക്കെ നശിച്ചു പോവുകയും അതുകൊണ്ട് തന്നെ ഇവയുടെ നിയന്ത്രണം നമുക്ക് സാധ്യമാണ്. പിന്നെ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് ഈ നമ്മൾ ഉഴുത് മറിച്ചിടുകയാണെങ്കിൽ നമുക്ക് അതൊരു പരിധി വരെ ഇവയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇമിഡാക്ലോറോപിഡ് എന്ന് പറഞ്ഞതായ കെമിക്കൽ മില്ലിലിറ്ററിൽ കലർത്തി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബൈഫെൻട്രിൻ. ഇത് രണ്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടുമല്ല, ഏത് കെമിക്കൽ പറഞ്ഞാലും ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഒരു മിത്ര നിമാവിര നിമാവിര എന്ന് പറഞ്ഞാൽ നെമറ്റോഡ് എന്നാണ് പറയുന്നത്. നമുക്ക് കുരുമുളകിനൊക്കെ രോഗം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് നിമാവിര. പക്ഷെ അവ മിത്ര നിമാവിരകൾ നമുക്കിന്ന് ലഭ്യമാണ്. അതായത് പ്രാണികൾ, ചെടിക്ക് ദോഷമുണ്ടാക്കുന്നതായ പ്രാണികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നതായ നിമാവിരകളെ അവയെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. ഈ നിമാവിരകളെ വംശവർദ്ധന നടത്തുന്നതായ KVK-കളൊക്കെ ഉണ്ട്. നിങ്ങൾ അവയെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇവയ്ക്കെതിരെ നമുക്ക് ലഭ്യമായ നിമാവിരകളുടെ ഈ ഒരു സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവയെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രശ്നമാണ് മണ്ടരി ഇപ്പോൾ അധികം കേൾക്കുന്നില്ലെങ്കിലും ഒരു കാലത്ത് തെങ്ങ് കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരുന്ന ഒരു കീടമാണ് മണ്ടരി. മണ്ടരി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പില്? ഇതിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ മണ്ടരിയെ? സാറേ ഇതാണോ ഈ തെങ്ങിന്റെ ഓല മുഴുവൻ തിന്ന് നശിപ്പിക്കണ 4 വർഷം ഈ തെങ്ങിന്റെ പുതിയ ഓല വരുന്നത് നശിപ്പിക്കുന്നത് ഇതാണോ? പുതിയ ഓല നശിപ്പിക്കുന്നത് മണ്ടരി ആയിരിക്കുകയല്ല. മണ്ടരി കൂടുതലായിട്ടും നശിപ്പിക്കുന്നത് നമ്മളുടെ ഓലയല്ല, തെങ്ങ്. സിംറ്റംസ് ആയിട്ട് കാണിച്ചത് തേങ്ങയായിരിക്കും. അത് തന്നെയാണ് മണ്ടരി കണ്ടിട്ടുണ്ടോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിന് പോയാലും കുറെ പേര് മണ്ടരി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ടാവും. മണ്ടരി നമുക്ക് നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു സാധനമല്ല മണ്ടരി. മണ്ടരി ഒരു മൈക്രോസ്കോപ്പിക് ജീവിയാണ്. അത് കൊണ്ട് സാധിക്കുന്നതാണ്. അതാ കണ്ടോ, മച്ചിങ്ങ. ആദ്യത്തെ ചിത്രം ഒരു വെള്ളക്കയാണ്. മച്ചിങ്ങയിൽ ത്രികോണാകൃതിയിലുള്ളതായ ഒരു ഇളം മഞ്ഞപ്പ് നമുക്ക് കാണിക്കുന്നു. അതുപോലെ തേങ്ങയിലും ഇതുപോലെ ബ്രൗൺ നിറത്തിലുള്ള മാർക്ക് ഉണ്ടാക്കുന്നു. നമ്മളുടെ വിളവ് കണ്ടമാനമായിട്ട് കുറയ്ക്കുന്നു, തേങ്ങയുടെ വലിപ്പം കുറയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് മണ്ടരി ചെയ്യുന്നതായ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് നിയന്ത്രണ ഭാഗത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ ചിത്രത്തിൽ കാണാമല്ലോ വെള്ളക്കയിൽ ഇവ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വെള്ളക്ക താഴെ വീഴുന്നത് മണ്ടരി ബാധിച്ചിട്ടുള്ളതായ വെള്ളക്ക നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു
കാര്യം. അപ്പൊ നമ്മൾ മണ്ടരിയുടെ ആക്രമണം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവ താഴെ വീഴുന്നത് നീക്കം ചെയ്യുകയാണെങ്കിൽ അവരുടെ ആസ്വാദനം പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതായ ഒരു കെമിക്കലാണ് ഇതുപോലെ അട്രാക്ട്. അതൊരു അസാഡ്രാക്ട് എന്ന് പറയുന്നത് കെമിക്കൽ. അത് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പാമോയിൽ. പാമോയിൽ 200 മില്ലി, അതിന്റെ കൂടെ 5 ലിറ്റർ സൾഫർ, കുറച്ച് സോപ്പ്, അത് 800 മില്ലി വെള്ളത്തിൽ കലക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ സൾഫറും പാമോയിലും ഇവയെ നശിപ്പിക്കുമ്പോൾ ഈ സോപ്പ് എന്തായാലും സോപ്പ് ഇതിനെ പറ്റിപ്പിടിച്ച് ഇലയോട് പറ്റിപ്പിടിച്ച് നിർത്താനായിട്ട് സോപ്പ് നമ്മളെ സഹായിക്കുന്നു. അടുത്തതാണുള്ളൊരു കെമിക്കലാണ് ഡെക്കാഫോൾ. ഇതും 5 മില്ലിയാണ് ലിറ്ററിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. അത് 2% വീതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ എഡാഫ്രിൻ, അതും നമുക്ക് 1% ഉപയോഗിക്കാം. വീണ്ടും പറയുന്നു, എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഓരോന്നും നമ്മൾ മാറി മാറി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. വേരിലൂടെ നമുക്ക് നൽകാവുന്ന ഒരു കെമിക്കൽ കൂടിയാണ് ഇത് അസാഡ്രാക്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളതായ ഒരു പ്രധാന കീടമാണ് വെള്ളീച്ച. വെള്ളീച്ച തെങ്ങ് കർഷകർക്ക് മാത്രമല്ല, എല്ലാ കർഷകരെയും പച്ചക്കറി കർഷകരെയാകട്ടെ എല്ലാ കൃഷി ചെയ്യുന്ന എല്ലാവരെയും അലട്ടുന്ന ഒരു കീടമായിട്ട് വെള്ളീച്ച മാറിയിരിക്കുകയാണ്. വെള്ളീച്ചയുടെ ആക്രമണം നമുക്കറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്കറിയാം, വെള്ളീച്ച ഒരു വിദേശ രാജ്യത്ത് നിന്ന് നമുക്കൊരു വിദേശ ആളാണ്. നമ്മുടെ നാട്ടുകാർ 2016 മാത്രമാണ് വെള്ളീച്ചയുടെ ആക്രമണം ഇന്ത്യയിൽ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പാലക്കാടാണ്. അവരുടെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വെള്ളീച്ചകളുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വെളുത്ത നിറത്തിൽ ഇലയുടെ അടിഭാഗത്ത് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവയുടെ മുകളിൽ ഇതിന്റെ സോഡിയം കറുത്ത അവശിഷ്ടം ഒരു അവസ്ഥയെ അത് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് ഇത് വെള്ളീച്ചയുടെ ലക്ഷണങ്ങൾ. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിത്ര കീടങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക. അതായത് വെള്ളീച്ചയെ നശിപ്പിക്കുന്നതായ ഒരു കീടമാണ് എൻകാർഡിയ കാസോഫെ എന്ന് പറയുന്നതായ ഈ ഒരു കീടം. ഈ എൻകാർഡിയ എന്ന് പറയുന്നതായ ഈ ഒരു കീടം വെള്ളീച്ചയെ ആക്രമിക്കുന്നതാണ്. അപ്പൊ അവയെ നമ്മൾ കൂടുതലായിട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക, വളർത്താൻ ദോഷം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളീച്ച ഉണ്ടാക്കുന്നതായ ഒരു കറുത്ത പാടാണ് സൂട്ടിമോൾഡ്. അത് ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ നമ്മളുടെ തെങ്ങിന്റെ മുകളിലൊരു കറുത്ത നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് വെള്ളീച്ച ആക്രമിക്കുന്ന എല്ലാത്തിന്റെയും മുകളിലൊരു കറുത്ത പാച്ച് ഉണ്ടാവുമല്ലോ. ആ ഒരു കറുത്ത പാച്ചിന് ഒരു കറുത്ത അവസ്ഥയെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതായ ഒരു ജൈവ ശുചീകാരിയാണ് ഈ ലിയോക്രിൻ, ഈ വണ്ടുകൾ. ഈ വണ്ടുകളെയും അതുപോലെ ഈ മിത്ര കീടങ്ങളെയും നമുക്ക് തുരത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതാണ് 2 കാര്യങ്ങൾ. ഇനി നിയന്ത്രിക്കാൻ രാസകീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ ബെനഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് പ്രയോജനം ചെയ്യുന്നതായ ഈ കീടനാശിനി ഈ നമ്മുടെ കീടങ്ങളെല്ലാം നശിച്ചു പോകും. അതുപോലെ നമ്മുടെ സൂക്തിയും കൊണ്ട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞിപ്പശ, സാധാരണ കഞ്ഞിപ്പശ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ബെനഫിഷ്യൽ ആയിട്ടുള്ളതായ പരാതങ്ങളുണ്ടല്ലോ, എൻകാർസിയ, അതുപോലെ ലിയോക്രിൻ, വണ്ടുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതും പ്രയോജനകരമാണ്. പിന്നെ ഉള്ളതായ കീടങ്ങളാണ് ശൽക്കീടങ്ങള്, മീലി മൂട്ടകൾ, അതുപോലെ ഓലതിനി പുഴുക്കളെ പോലുള്ളതായ കീടങ്ങൾ. ശൽക്ക കീടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും തന്നെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ശൽക്ക കീടങ്ങൾ. അവയിൽ മഞ്ഞളിപ്പ് ഉണ്ടാക്കുന്നു, അതുപോലെ ഹരിതകം നഷ്ടപ്പെടുന്നു, ഒക്കെ ആ ഒരു രീതിയിലാണ് ഇത് പൊതുവെ കാണപ്പെടുന്നത്. മണ്ട വൃത്തിയാക്കുന്നത് വഴി നമുക്ക് തുരത്താൻ സാധിക്കും. അതുപോലെ ഡയമീഥോയേറ്റ് എന്ന് പറയുന്നതായ കീടനാശിനി ഒരു ലിറ്ററിൽ 2 മില്ലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തുരത്താൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ പൂങ്കൊലയിൽ മരുന്നടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരാഗണം കഴിഞ്ഞതായ പൂക്കുലയിൽ മാത്രം മരുന്നടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. രണ്ടാമതാണ് മീലി മുട്ടകളും തെങ്ങിൽ മാത്രമല്ല എല്ലാത്തിലും കാണാവുന്നതാണ്. മീലി മുട്ടകളെ ഓലയിലും മച്ചിങ്ങിലും ഒക്കെ കാണാവുന്നതാണ്. തെങ്ങിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നു. ഇവയും നമുക്ക് ഡയമീഥോയേറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമാണ്, ഈ നീരുറ്റി കുടിക്കുന്നതായ പ്രാണികൾക്കൊക്കെ ഉള്ളത് ഒരേ നിയന്ത്രണ മാർഗമായിരിക്കും, ഒരേ കെമിക്കൽ ഇവയ്ക്ക് എതിരെ നമുക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പൊ നമ്മൾ ഇവയെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒന്നിലധികം കീടങ്ങളെ ഒരേ സമയം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കീടനാശിനിയാണ് ഡയമീഥോയേറ്റ്. ഇത് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് ഡയമീഥോയേറ്റ്. പിന്നെയുള്ള ഒരു പ്രശ്നമാണ് ചിതല്. തെങ്ങിന്റെ
വേര് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, വേര് നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തടിയെ നശിപ്പിക്കുന്നു. തൈത്തെങ്ങുകളാണെങ്കിൽ അവയിൽ വരച്ച് സംഭവിച്ച് അവയെ കച്ചു കളയുന്നു. അതുപോലെ തെങ്ങ് മൊത്തമായിട്ട് മറിച്ചു കളയാൻ പ്രാപ്തിയുള്ളതാണ് ഈ ചിതല്. അപ്പൊ അവയെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് വേപ്പെണ്ണ, നമ്മൾ സാധാരണ വേപ്പെണ്ണ 5% വീര്യത്തിൽ ഒരു പെയിന്റ് ബ്രഷ് കൊണ്ട് നമുക്ക് തെങ്ങിന്റെ അടിയിൽ നമ്മൾ വേപ്പെണ്ണ ചേർക്കുന്നത് വഴി നമുക്ക് അതിനെ തുരത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ്, ഇനി അതുകൊണ്ടും സാധിക്കുന്നില്ല എങ്കിൽ കെമിക്കലിനുള്ള വേണമെന്നാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്ലോറോപെരിക്കോസ് എന്ന് പറയുന്നതായ കെമിക്കല് 2.5 മില്ലി ഒരു ലിറ്ററിൽ കലക്കി നമുക്ക് അതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ പിന്നെയുള്ള ആണ് ഈ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ജീവിയാണ് തെങ്ങില് കരിക്കലും അതുപോലെ തെങ്ങിലും ഒക്കെ ദ്വാരങ്ങൾ ഉണ്ടാക്കി അവയെ നശിപ്പിക്കുന്ന ആളാണ് എലി. അപ്പൊ സ്പേസിങ് നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് തെങ്ങുകളുടെ നിശ്ചിതമായ അകലത്തിൽ തെങ്ങിനെ നടുന്നത് വഴി നമുക്ക് അവയെ സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ വേറൊരു മാർഗ്ഗമാണ് എലിയും ഇതുപോലുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു GA ഷീറ്റോട് നമ്മൾ ഒരു മീറ്റർ മുകളിൽ വെച്ച് 1.5 മീറ്റർ മുകളിൽ വെച്ച് തെങ്ങിനെ ചെറുതായിട്ട് ഒരു കവറിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു 1/2 മീറ്റർ നീളമുള്ളതായ GA ഷീറ്റ് വാങ്ങി നമ്മളതിന് ബാൻഡിങ് എന്നാണ് പറയുന്നത്. തെങ്ങിന്റെ തടിയെ പൊതിയുകയാണെങ്കിൽ നമുക്ക് ഈ എലി കയറുകയല്ല. അപ്പൊ ഇവര് സൗണ്ട് തടിയിലൂടെ കയറുമ്പോൾ ഈ GA ഷീറ്റ് ആകുമ്പോൾ തടി സൗണ്ട് കേൾക്കുമ്പോൾ ഇവർ വേഗം താഴേക്ക് ഇറങ്ങും. അപ്പൊ അങ്ങനെ മുകളിലേക്ക് കയറാതെ അതൊരു കൾച്ചറൽ പ്രാക്ടീസ് ആണ്. കർഷകർ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നല്ലൊരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു 1/2 മീറ്റർ താഴെയുള്ളതായ GA ഷീറ്റിന്റെ തെങ്ങിന്റെ തടിക്ക് ചുറ്റും നമ്മൾ ഒന്ന് പൊതിയുകയാണെങ്കിൽ ഒരു തടസ്സം ഉണ്ടാക്കുകയാണ്. ഇവര് തടിയെ കയറുമ്പോൾ ആ ഒരു തടസ്സം കൊണ്ട് ഇവരുടെ താഴേക്ക് പോകുന്നതായിട്ട് കാണാവുന്നുണ്ട്. പിന്നെ എലിവേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവൈലബിൾ ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എലിവേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കാം. പിന്നുള്ളതാണ്, അപ്പൊ ഇത്രയും കീടങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയുള്ളത് തെങ്ങിലെ രോഗങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. കീടങ്ങൾ ഒരു വലിയ സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രോഗങ്ങളെ പറ്റി പറയുമ്പോൾ സിംറ്റംസ് പലപ്പോഴും സെയിം ആയിരിക്കും. അതായത് ലക്ഷണങ്ങൾ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞ കർഷകർ തെങ്ങിലും മഞ്ഞളിപ്പാണ് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ നമുക്ക് ഒരു കൃത്യമായ ഒരു ഒബ്സർവേഷൻ നടത്താതെ വിളിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഏത് കീടമാണോ രോഗമാണോ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഈ ഒരാളെ സമീപിക്കുമ്പോൾ മനുഷ്യനെ സമീപിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തതിനു ശേഷം അതിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം പ്രശ്നക്കാരനായ ഒരു രോഗമാണ് കൂമ്പ് ചീയൽ രോഗം. കൂമ്പ് ചീയൽ രോഗം ഉണ്ടാക്കുന്നത് ഫൈറ്റോഫ്തോറ പാൽമിറ എന്ന് പറയുന്ന ഒരു കുമിളാണ് ആ രോഗം ഉണ്ടാക്കുന്നത്. നനഞ്ഞ പാടുകൾ പോലെ നമുക്ക് തെങ്ങിൽ കാണാം ആദ്യം. പിന്നെ അത് കൂമ്പ് പൂർണ്ണമായിട്ടും അത് നീങ്ങി പോകുന്നതായിട്ട് കാണാം. നിയന്ത്രണത്തെ പറ്റി പറയുമ്പോൾ അറിയാവുന്ന പലരും കർഷകർ പടത്തിൽ കാണാവുന്നത് പോലെ തന്നെ തെങ്ങിന്റെ കൂമ്പ് മുഴുവനായിട്ടും അങ്ങ് ചീഞ്ഞു പോകുന്നു. ആ ചിത്രത്തിൽ മുഴുവൻ പോയത് കാണാം. സെക്കൻഡ് ചിത്രത്തിൽ പുതിയതായിട്ട് വരുന്നതായ കൂമ്പുകൾ നല്ല കാഴ്ച നിൽക്കുന്ന തെങ്ങാണ്, പക്ഷെ കൂമ്പ് ചീഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ വീഴുന്നതായ ഭാഗങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ചിന്ത ഫൈറ്റോ സാനിറ്റേഷൻ ആണ്. അതായത് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ കൃഷിയിടത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഫൈറ്റോ സാനിറ്റേഷൻ. നിയന്ത്രണം അങ്ങനെയാണ്. പിന്നെ ഈ ഭാഗങ്ങൾ താഴെ വീഴുന്നതായ ഭാഗങ്ങൾ നമുക്ക് കൃഷിയിടത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നമുക്ക് അവയെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വളപ്രയോഗം നമ്മൾ നിർബന്ധമായിട്ടും തെങ്ങിന്റെ മണ്ണ് പരിശോധന നടത്തി ഏതൊക്കെ വളമാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് മൂലകങ്ങളുടെ കുറവാണുള്ളതെന്ന് മനസ്സിലാക്കി നമ്മൾ വളപ്രയോഗം നടത്തുന്നത് വഴി നമുക്ക് ഒരു പരിധിവരെ രോഗങ്ങളിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. പിന്നെ നീർവാർച്ച, വെള്ളം കെട്ടിക്കിടക്കാതെ ഇരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് അതിനെ രക്ഷപ്പെടാൻ സാധിക്കും. ബോർഡോ മിശ്രിതം നമുക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം നമുക്ക് തളിച്ചു കൊടുക്കാം. അതുപോലെ മാംഗോസെഫ് നമുക്ക് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇതിനകത്തും രക്ഷ നേടാൻ സാധിക്കും. അടുത്ത രോഗമാണ് കാറ്റുവീഴ്ച. കാറ്റുവീഴ്ച ഇപ്പോ പലരും പരാതി പറഞ്ഞു കേൾക്കുന്ന ഒരു രോഗമാണ് കാറ്റുവീഴ്ച. ഓല കരിച്ചില് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓല കരിച്ചിലിന്റെ കൂടെ തന്നെ മച്ചിങ്ങ ചെയ്യുന്നതും അതുപോലെ ബാക്കിയുള്ളതായ ഓല ചീയലും തണ്ട് ചീയലും ഒക്കെ മണ്ട ചീയലും ഒക്കെ സംഭവിക്കുന്ന ഒരു രോഗമാണ് കാറ്റുവീഴ്ച. നിയന്ത്രണ മാർഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മഗ്നീഷ്യം സൾഫേറ്റ് അതൊരു നല്ലൊരു നിയന്ത്രണ മാർഗമാണ്. മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ഒരു തെങ്ങിന് 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് മടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ തെങ്ങിന് ഉണ്ടാകുന്നു. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഴുന്നതായ ഭാഗങ്ങൾ നമുക്ക് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
പിന്നെ കുമ്മായം ചേർക്കേണ്ട അത്യാവശ്യമാണ്. തെങ്ങിന് ഓരോ തെങ്ങിനും ആവശ്യാനുസരണം നമ്മൾ പരിശോധന നടത്തി എത്ര ഗ്രാമാണോ കുമ്മായത്തിന്റെ കുറവുള്ളത് അതനുസരിച്ച് നമ്മൾ കുമ്മായം ചേർക്കേണ്ടതാണ്. അതാണ് കാറ്റുവീഴ്ചയെ പറ്റി പറയേണ്ടതുള്ളത്. പിന്നെ അടുത്താണ് ചെന്നീ ഒലിഫ്. പ്രശ്നബാധിതമായ ഒരു രോഗം തന്നെയാണ് ചെന്നീ ഒലിഫ്. കാണാം മുറിവുകൾ താഴെ ഭാഗങ്ങളിൽ ഉള്ളതായ കീടങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ളതായ മുറിവുകൾ ഉണ്ടാകുന്നു. അതുപോലെ ബാധിതമായ തെങ്ങുകളിൽ നിന്ന് താഴേക്ക് ഈ നീര് ചുമന്ന നിറത്തിലുള്ളതായ നീര് നമുക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം കീടങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുന്ന വരുന്നത് ഇങ്ങനെയുള്ള രോഗം വരുന്ന തെങ്ങിനെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ അവയെ നമുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് രോഗബാധിതമായ തെങ്ങുകളെ എത്രയും വേഗം തന്നെ നമുക്ക് വെട്ടി നീക്കം ചെയ്യുക. നമുക്ക് കർഷകരുടെ സ്വഭാവമുണ്ട്, ഒരു തെങ്ങ് മുഴുവൻ ഉടനെ നിൽക്കുകയാണ്, അതിന്റെ അറ്റത്ത് ഒരു കൊല തേങ്ങയുണ്ട്, നമ്മൾ എന്ത് പറയും, ഓ ആ തേങ്ങയുടെ എങ്കിൽ ചാരിട്ട് തെങ്ങ് വെട്ടാന്ന് നോക്കും. പക്ഷെ ആ സമയം കൊണ്ട് എന്തോ ചെയ്യും, ഇതിനകത്തുള്ള രോഗങ്ങൾ ബാക്കിയുള്ള എല്ലാ തെങ്ങിനെയും അഫക്ട് ചെയ്തിട്ടുണ്ടാവും. രോഗബാധിതമായ തെങ്ങുകളെ വേഗം തന്നെ നമ്മൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ശുചിത്വം, പ്രയോഗം, നിർവാർച്ച, മുറിവുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ തെങ്ങ് കയറുന്ന ആൾക്കാരൊക്കെ തെങ്ങിന്റെ ഓലകളിൽ മുറിവ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തീ ഇടാതിരിക്കുക. നമ്മൾ തെങ്ങിന്റെ ഒപ്പം തന്നെ മാവ് കൃഷി ചെയ്യുന്ന മാവ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങിനോട് തീ ഇടുന്നതായിട്ട്. അപ്പൊ അങ്ങനെയുള്ള തോട്ടങ്ങളിൽ ഇതിന്റെ ഇത്തരം രോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ട്രൈക്കോഡർമയുടെ ഒരു ടാൽക്കും മിശ്രം നമുക്ക് കിട്ടും. ആ ഒരു മിശ്രം നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിനെ തുരത്താൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത ഇനി നമുക്ക് ഈ പ്രാക്ടീസ് കൊണ്ടൊന്നും ഇതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതായ ഒരു സാധ്യതയാണ് ഹെക്സാകോണാസോൾ എന്ന് പറയുന്നതായ കീടനാശിനി. ഹെക്സാകോണാസോൾ അത് നമുക്ക് 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ നമുക്ക് കലർത്തി നമുക്ക് മുറിവിൽ പുരട്ടാം. അത് കൂടാതെ വെള്ളത്തിന് ചുവട്ടിൽ ഒഴിക്കുന്നതും നമുക്ക് ഫലം ചെയ്യും. കാരണം ഇതിന്റെ കുമ്പിള് വംശോധന നടത്തുന്നത് മണ്ണിലായതുകൊണ്ട് ഈ ഹെക്സാകോണാസോൾ നമ്മൾ 25 ലിറ്റർ കലക്കി നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുകയാണെങ്കിൽ അതും നമ്മൾ തടത്തിൽ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു തടഭാഗത്തുള്ളതായ കുമ്പിളിന്റെ അവശിഷ്ടവും നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. പിന്നുള്ളതാണ് കാർബൻഡസിൻ. അതുപോലെ കാർബൻഡസിൻ നമുക്ക് തടത്തിൽ ഒഴിക്കാം. അതുകൂടാതെ വേരിന്റെ കാർബൻഡസിൻ ശരിക്കും നൽകാൻ സാധിക്കും. വീണ്ടും പറയുന്നു, കുറെ കെമിക്കൽസ് പറയുമ്പോൾ എല്ലാം കൂടി ചെയ്യാനല്ല, ഏതെങ്കിലും ഒന്ന് നമ്മൾ മാറി മാറി ചെയ്യാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഉള്ളതാണ് തഞ്ചാവൂർ വിൽറ്റ് അല്ലെങ്കിൽ തഞ്ചാവൂർ വാട്ടം എന്ന് പറയുന്നതായ ഒരു വാട്ടം. അതിനകത്ത് നമുക്ക് കാണാം ഒരു ചുവന്ന ദ്രാവകം തെങ്ങിൽ നിന്ന് ചിത്രത്തിൽ കാണാവുന്നത് പോലെ താഴേക്ക് ഒലിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. തെങ്ങിന്റെ ഓലകളെല്ലാം തൂങ്ങി താഴേക്ക് കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് കൂടാതെ ഇതിന്റെ ഒരു കൂണ് പോലെ ഒരു കൂണ്, ഇതിന് പറയുന്നത് ഗാനോഡർമ എന്നാണ്. ഈ കൂണ് പോലെയുള്ളതായ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തഞ്ചാവൂർ വാട്ടത്തിന്റെ ലക്ഷണങ്ങളാണ്. കീടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണ മാർഗങ്ങൾ, രോഗം ബാധിച്ച അതിപതുപോലെ രോഗബാധിത തെങ്ങുകളെ പൂർണ്ണമായിട്ടും നമുക്ക് നീക്കം ചെയ്യാം. അതുപോലെ തന്നെ കീടങ്ങൾ ഉണ്ടാക്കാം. ഒരു തെങ്ങിന് രോഗം ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു നിശ്ചിത അകലത്തിൽ നമുക്കൊരു 60 സെന്റിമീറ്റർ ആഴത്തിലും ചെറിയ കിടങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രോഗം പടരില്ല. ഒരു തെങ്ങിൽ നിന്ന് മറ്റു തെങ്ങിലേക്ക് പകരാനായിട്ടുള്ളതായ സാധ്യത കുറവായിരിക്കും. പിന്നെ ട്രൈക്കോഡർമ നമുക്ക് അറിയാവുന്നതാണ്. വംശോധന എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും എടുക്കുന്നില്ല. അപ്പൊ ട്രൈക്കോഡർമയുടെ വംശവർദ്ധനയെ പറ്റി നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നടത്തിയ ട്രൈക്കോഡർമ നമുക്ക് നിക്ഷേപിക്കാം. അതുപോലെ തടം നനച്ചു കൊടുക്കുക. വേനൽക്കാലത്ത് നനവ് അത്യാവശ്യമാണ്. അപ്പൊ നനച്ചു കൊടുക്കുക. അതുപോലെ പുതയിടുക. പിന്നെ ഇടവിള കൃഷിയായിട്ട് നമുക്ക് വാഴ നടാം. അതുപോലെ പയർ പോലെയുള്ളതായ നടാതിരിക്കുക, വാഴ നടാം. അതുപോലെ വേനൽക്കാലത്ത് ഒന്നിൽ ഡ്രിപ്പ് കണിക ജലസേചന രീതിയോ അല്ലെങ്കിൽ ഹോസ് ഉപയോഗിച്ചോ തെങ്ങ് നനയ്ക്കുക. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ബോഡോ മിശ്രം നമുക്ക് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഈ തഞ്ചാവൂർ വിൽറ്റ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തതാണ് ഓല ചീയൽ രോഗം. ചെറിയ രീതിയിലാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നമുള്ള രോഗമല്ല. പക്ഷേ അത് കൂടുതലാകുകയാണല്ലോ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതായ ഹെക്സാകോണാസോൾ എന്ന് പറയുന്നതായ കെമിക്കൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് നമുക്ക് ഉപയോഗിക്കുന്നത് വഴി 50 ഗ്രാം 500 മില്ലി ലിറ്ററിൽ ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് ഈ ഓല കരിച്ചിൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രധാന രോഗമാണ് തേങ്ങ പൊഴിച്ചിൽ. തേങ്ങ നമുക്ക് പൊഴിയുന്നു, ചെറിയ മച്ചിങ്ങയാകാൻ പൊഴിയുന്നത് അല്ലെങ്കിൽ തേങ്ങയാകാൻ പൊഴിയുന്നത്. പക്ഷെ ഈ പൊഴിയുന്ന തേങ്ങയുടെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിന് ചൂടുവെള്ളം വീണതുപോലെ ഒരു ചെറിയ ഒരു വരൾച്ച ഉള്ളിലുണ്ടെങ്കിൽ അത് ഒരു ഫംഗസ് മൂലമുള്ള കുമിള് മൂലമുള്ളതായ രോഗമാണ്. മച്ചിങ്ങ പൊഴിച്ചിലോ തേങ്ങ പൊഴിച്ചിലോ
ഇങ്ങനെ പണ്ടേതിൽ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കുമിള് കൊണ്ടുള്ളതായ രോഗമാണെങ്കിൽ ഇതുപോലെ ഉള്ളില് ഒരു പിന്നെ നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഇതുപോലെ ചുരുളം വീണ് അതുപോലെ ഒരു പാച്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുമിൾ രോഗം കൊണ്ടാണത്. അവ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുമിൾനാശിനികൾ, കാർബൻഡസീൻ പോലുള്ള കുമിൾനാശിനികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് 1 ഗ്രാം 1 ലിറ്ററിൽ കലക്കി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫൈറ്റോഫ്തോറ കൊണ്ടുള്ള കുമിൾനാശിനിയാണെങ്കിൽ നമുക്ക് ബോഡോമിസ് 1% വരുമ്പോൾ ബോഡോമിസ് നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്കതിനെ രക്ഷപ്പെടാവുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രധാന രോഗമാണ് മഹാളി രോഗം. മഹാളി രോഗം അത്ര നമുക്കിവിടെ കേട്ടുകേൾവി ഇല്ലാത്തതാണ്, എന്നാലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രോഗം തന്നെയാണ് മഹാളി രോഗം. മഹാളി രോഗം നമുക്ക് കാണാം ഒരു മണ്ട ഇതിന്റെ ക്രഫീയുടെ മഞ്ഞപ്പും അതുപോലെ പൂപ്പൽ പോകെ അവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാം 1 ലിറ്ററിലൊക്കെ. പിന്നെ അതിനുശേഷം വരുന്നത് നില രോഗം നിറത്തിലുള്ളതായ പുള്ളികൾ. പിന്നെ മഞ്ഞ വളർന്ന് അതിപ്പോ ഈ ഗ്രേ നിറത്തിലേക്കായി മാറുന്ന രീതിയിൽ കാണാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് മുൻപ് നമുക്ക് ഒരു തവണ ഈ രോഗം ലക്ഷണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം മഴയ്ക്ക് മുൻപായിട്ട് നമുക്ക് പ്രൊപെക്കോനാസോൾ എന്ന് പറയുന്നതായ കെമിക്കല് 1 മില്ലി 1 ലിറ്ററിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി തെങ്ങില് രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ കീടങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടോ പൂപ്പൽ രോഗങ്ങൾ കൊണ്ടോ മാത്രമായിരിക്കും. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവങ്ങൾ കൊണ്ട്, പോഷകങ്ങളുടെ അഭാവങ്ങൾ കൊണ്ട് തെങ്ങിനകത്ത് രോഗബാധിത പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാന ഒരു പ്രശ്നമാണ് ബോറോൺ ഡെഫിഷ്യൻസി. വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്ഷ്മ മൂലകത്തിന്റെ കുറവ് പലയിടത്തും കാണാവുന്നുണ്ട്. ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാമല്ലോ, അതിന്റെ കൂമ്പ് നന്നായിട്ട് വിരിഞ്ഞു വരാതെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നു. പൂപ്പില ചിത്രത്തിൽ കാണാവുന്നത് പോലെ ഓലകള് വിരിഞ്ഞു വരാതെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നു. തേങ്ങകളിലും മെറ്റിങ്ങകളിലും ഉള്ളതായ വിള്ളലുകൾ ശ്രദ്ധയപ്പെടാവുന്നതാണ്. അതുപോലെ പൂവിന്റെ കുലകള് വിരിഞ്ഞു വരാതെ മടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എല്ലാം ഓലക്കാലുകളെല്ലാം തന്നെ വിരിയാതെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം എന്തിന്റെ ലക്ഷണമാണ്? ഇതെല്ലാം ബോർഡോൺ അല്ലെങ്കിൽ ബോറോൺ ഇതിന് ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? തേങ്ങ കുറവായിരിക്കും, തേങ്ങ ചെറുതായിരിക്കും, കൊപ്രയുടെ അളവ് കുറയും. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്കിതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവവളം കൊടുക്കുക എന്നുള്ളതൊരു മാർഗമാണ്. ജൈവവളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഈ ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടോ എങ്കിൽ. അതോടൊപ്പം തന്നെ ബോറാക്സ് എന്ന് പറയുന്നതായ വളം 500 ഗ്രാം ഒന്നിടവിട്ട മാസങ്ങളിൽ 2 തവണയായിട്ട് കൊടുക്കുക. ബോറാക്സ് എന്ന് പറയുന്നതായ വളം 500 ഗ്രാം വീതം 1 മാസങ്ങളിൽ 2 തവണയായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബോറോൺ ഡെഫിഷ്യൻസി നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ കാണുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി. കാൽഷ്യത്തിന്റെ അഭാവമാണെങ്കിൽ നമുക്ക് ഇലകൾ ഇങ്ങനെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മടങ്ങി ഉള്ളിലേക്കും അകത്തേക്കും പുറത്തേക്കും മടങ്ങിയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു കിലോ കുമ്മായമോ ഡോളോമൈറ്റോ ഒരു വർഷം 1 കിലോ കുമ്മായമോ ഡോളോമൈറ്റോ തെങ്ങിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാൽഷ്യം കണ്ടന്റ് മണ്ണിൽ വർദ്ധിക്കുകയും ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. പിന്നെയുള്ളതാണ് മാഗ്നീഷ്യം ഡെഫിഷ്യൻസി. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പെട്ടെന്ന് കുമിൾ രോഗമാണോ അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണമാണോ എന്നൊക്കെ സംശയിക്കും. ശരിക്കും ഇതെന്താണ്? ഇതൊരു ഡെഫിഷ്യൻസിയാണ്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതുപോലെ തന്നെ നോർമലി ഇതിന്റെ ഒരു ഹരിതകം നഷ്ടപ്പെട്ട് ഈർക്കലിന്റെ ഭാഗം, അതായത് ആ ഈർക്കലിന്റെ ഭാഗം മാത്രം പച്ച നിറം വരികയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മഞ്ഞളിച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. മസ്തിഷ്കത്തിൽ സൂക്ഷ്മ മൂലകത്തിന്റെ ആണ് ഇങ്ങനെയുള്ളതായ ഒരു മഞ്ഞളിപ്പ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് നമുക്കറിയാവുന്നതാണ്. ഒരു തെങ്ങിന് വീതം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മളുടെ സൂക്ഷ്മ ആദ്യം പറഞ്ഞ പ്രതിയാണ്. ബോറാക്സ് നമുക്ക് ഉപയോഗിക്കാം. ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ മഗ്നീഷ്യം നമുക്ക് സൾഫേറ്റ് ഉപയോഗിക്കാം. കാൽഷ്യം ആണെങ്കിൽ കുമ്മായം ഡോളോമൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും